ഹലോ വ്യൂവേഴ്സ്, മേര പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപർകളെ, മേര സാഥി. അപ്പോൾ നമുക്കിന്ന് ടുഡേസ് ആൾസോ ഐ വിൽ ഗിവ് യു സം സിമ്പിൾ ടിപ്സ് ഹൗ ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, നേപ്പാളി, സോ മെനി ലാംഗ്വേജസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് സംസാരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ വാക്കുകൾ ഓരോ നോക്കാം. അപ്പോൾ നമ്മൾ വരൂ എന്ന് പറയും അല്ലേ, കമോൺ, ഇതൊക്കെ പറയാറുണ്ടല്ലേ. ആയോ, ആവോ, അയ്യേ അല്ലേ. അതുപോലെ വരുമോ ചോദിക്കാറുണ്ട് അല്ലേ, അയ്യേക്ക അല്ലേ. അതുപോലെ എന്താണ്, ആർ യു കമ്മിങ് അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വരിക എന്ന് തന്നെ തമിഴിൽ തന്നെ പറഞ്ഞല്ലേ, വാങ്ങോ, വന്നിടുമോ എന്നുള്ളതിന് വാങ്ങോ, വരൂ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കാറുണ്ട് അല്ലേ. അതുപോലെ ഇപ്പോൾ നേപ്പാളി ഭാഷയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഞാൻ എല്ലാം കൂടി നിങ്ങളെ ഒന്നിച്ച് തരുന്നില്ലേ, എന്നാലും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതറിയാമല്ലേ, നമുക്ക് ചോദിക്കാം വെൻ വിൽ യു കം ചോദിക്കാറുണ്ട് അല്ലേ. താങ്കൾ എപ്പോൾ വരും, ഫ്യൂച്ചറാണ് ചോദിക്കുന്നത്, ഫ്യൂച്ചർ ടെൻസിലേക്ക് വരുന്നത്. ടെൻസസ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം, വളരെ സിമ്പിളായിട്ട് മനസ്സിലായി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നമുക്ക് സ്പീക്കിങ്ങിൽ ഉപയോഗിക്കേണ്ടതാണ് ടെൻസസ്. കാലങ്ങൾ നമുക്ക് പറയും അല്ലേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനത് ഹിന്ദി ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു, മലയാളത്തിൽ കാലങ്ങൾ അല്ലേ. അപ്പോൾ അതിൽ ഭവ്യകാൽ, ഭവിഷ്യകാൽ അല്ലേ, കുറേ ഉണ്ട് അല്ലേ. വർത്തമാൻകാൽ, ഭൂതകാൽ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മലയാളം പോലെ തന്നെയാണ് വരുന്നത് അല്ലെ. ഫ്യൂച്ചർ, പ്രസൻറ്റ് അല്ലെ, പാസ്. പിന്നെ ഇതിൽ ഓരോന്നും ഫർദറായിട്ട് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതും പഠിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത് എവിടെ യൂസ് ചെയ്യുന്നു, ഏത് സാഹചര്യത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, അപ്പോഴാണ് നമുക്കത് ഓരോ ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയും. So you should have to know about the tenses very carefully, very thoroughly. മനസ്സിലായില്ലേ? എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സംസാരിക്കാനും കഴിയും ഇത് ഉപയോഗിച്ചുകൊണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ പോകൂ എന്ന് പറയും, പോകൂ എന്നൊക്കെ പലതരത്തിൽ പറയും അല്ലേ. ഗോ അല്ലേ, പോവുക. പോയി എന്നുള്ളതിന് വെൻറ്റ് എന്നാണ് ഉപയോഗിക്കുക, പാസ്റ്റ് ടെൻസ് അല്ലേ. ഗോ അല്ലേ. ജാവോ, ഹിന്ദി മേ ജാവോ, പോങ്കോ തമിഴ് മേ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ പഠിച്ചുകൊണ്ട് നമുക്കിത് സംസാരത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളെ സംസാരിക്കാൻ പ്രാപ്തരാക്കിയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അപ്പോൾ ഐ ആം വെയറിങ് മാല, ഐ എം എ സ്വാമി. സോ യു ക്യാൻ സീ ദി മാല ഓഫ് ദി ഐഡിയൽ ഓഫ് ശാസ്ത്ര അയ്യപ്പ. Okay, then see you in my next video. Don't forget to watch my channels, my links in YouTube, Step Up with English Prakash TK Menon. Subscribe and share. And then Facebook, my link, Step Up with English 108 108. Following and share. Then Instagram, my link, Prakash TK 7 Prakash TK 7. Following and share. Okay, then good night. Shubh Ratri.